ബഹുമാന്യ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ഹ്രസ്വവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പൂമുഖത്താണ് നമ്മളുള്ളത്. തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരെ എന്നുള്ളത് ഇസ്ലാം വളരെ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് പല മേഖലകളിലുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, നമ്മുടെ ജോലി എന്തായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. ആ തിരഞ്ഞെടുപ്പിൽ നമ്മോടൊപ്പം പങ്കുചേരേണ്ടവരാണ് നമ്മുടെ രക്ഷിതാക്കൾ അഥവാ മാതാപിതാക്കൾ. അവർ വിവാഹം കഴിക്കുമ്പോൾ ആ ഇണയെ തിരഞ്ഞെടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞത് തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങളിലാണ് ഒരു പെണ്ണിനെ, ഒരു ഇണയെ ഒരാൾ അല്ലെങ്കിൽ ഒരു ഇണയെ ഒരാൾ തിരഞ്ഞെടുക്കുന്നത്. ലിമാലിഹ എന്ന അവളുടെ സമ്പത്താണ്, വഹസബിഹ അവളുടെ തറവാടാണ്, വജമാലിഹ അവരുടെ സൗന്ദര്യമാണ്, വലിദീനിഹ അവരുടെ മതബോധവും ആണ്. ഇങ്ങനെ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഒരാൾ വിവാഹം കഴിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇവയിൽ ദീനുള്ളവരെ, അള്ളാഹുവിനെ ഭയഭക്തിയോടെ കാണുന്നവളെ, ആ ഇണയെ തിരഞ്ഞെടുക്കണം. എന്തുകൊണ്ടെന്നാൽ ആ ഇണയുമായുള്ള ജീവിതമാണ് സുന്ദരിയായ ഒരാളെക്കാൾ, സൗന്ദര്യം മാത്രം ലാക്കാക്കി വിവാഹം കഴിക്കുന്നവളേക്കാൾ, സമ്പത്ത് മാത്രം നോക്കി വിവാഹം കഴിക്കുന്നവളേക്കാൾ അഭികാമ്യമായിട്ട് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാനുണ്ടാവുക. നമ്മുടെ ഒരുപാട് സന്ദർഭങ്ങൾ, ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങൾ, കാറും ഗോളും ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെയും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാകുമ്പോൾ നമുക്കവൾ ഒരു ആശ്വാസമായി തീരും, നമുക്കവൾ ഒരു തണലായിത്തീരും, നമുക്കവർ ഒരു തലോടലായി മാറും. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടുകൂടാ. നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ഭക്തിയുള്ള ഇണയായിരിക്കണം പരിഗണിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉപജീവന മാർഗം ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യണം, എന്ത് വ്യവസായത്തിൽ ഏർപ്പെടണം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. മതം അനുവദിച്ചതും അനുവദിക്കാത്തതുമായ തൊഴിൽ മേഖലകളുണ്ട്. മതം അനുവദിച്ചതും അനുവദിക്കാത്തതുമായ ബിസിനസ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ നാം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും ഇറങ്ങേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. സത്യസന്ധതയായിരിക്കണം ഒരു തൊഴിലാളിയുടെ, ഒരു ബിസിനസ്സുകാരന്റെ, ഒരു മുതലാളിയുടെ ഒക്കെയും ആത്യന്തികമായ സവിശേഷത എന്നുകൂടി നാം മനസ്സിലാക്കണം. ഒരാൾ സർക്കാർ ജോലിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അയാൾക്ക് മാന്യമായ ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരിയായി സമ്പാദിക്കാനുള്ള ഒരുപാട് വഴികൾ ഉണ്ടായേക്കാം. അയാൾക്ക് കൈക്കൂലി വാങ്ങാനും, അയാൾക്ക് കമ്മീഷൻ പറ്റാനും, അയാൾക്ക് കിമ്പളം നേടാനും ഒക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവാം. അവിടങ്ങളിലൊക്കെ തന്നെ ഞാൻ പടച്ചവനെ ഭയപ്പെടുന്നു എന്ന ചിന്തയോടെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയുന്നവനാണ് വിശ്വാസി. ഏതൊരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോഴും ഇത്തരം ദുരുപയോഗം ചെയ്യാവുന്ന അവസരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സത്യസന്ധതയുടെ ഉദാഹരണങ്ങളായി മാറാൻ വിശ്വാസി ശ്രമിക്കണം. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. മക്കളെ വളർത്തുമ്പോൾ പോലും ആ മക്കൾ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ഗുണകരമാവുന്ന രീതിയിലായിത്തീരണമെന്നുള്ളതായിരിക്കണം ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടുന്ന തീരുമാനം, അജണ്ട. അതേപോലെ തന്നെയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ്. നാം നിവസിക്കുന്ന പ്രദേശത്തിന്റെ, സ്റ്റേറ്റിന്റെ, രാജ്യത്തിന്റെ നിയമസംഹിതകളെ സംരക്ഷിച്ചുകൊണ്ടും അനുകൂലമായ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയും
ജനപിന്തുണ ആർജിക്കാവുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കുന്നതുമായ സംവിധാനം. ആ സംവിധാനത്തിൽ നാം ആരെ തെരഞ്ഞെടുക്കണം? നമ്മുടെ ദൗത്യമെന്ത്? ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു ബോധം നമ്മിലുണ്ടാവണം. സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പുണ്ട്, സംഘടനയ്ക്ക് തെരഞ്ഞെടുപ്പുണ്ട്. ഒരു സംഘടനയുടെ നേതാവ്, പ്രസിഡന്റ്, സെക്രട്ടറി, ഒരു പള്ളി ഭരിക്കേണ്ടത് അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആ യോഗ്യരായ ആളുകൾക്ക് ആ സ്ഥാനം വെച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ സന്തോഷപൂർവ്വവും തെക്കുവയോടെയും നമ്മൾ ഓരോരുത്തരും ഭാഗവാക്കാവേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. വാർഡുകളായി വിഭജിക്കപ്പെട്ട നമ്മുടെ പ്രദേശം വികസനോന്മുഖമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അജണ്ട. അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാവാത്ത രീതിയിൽ, വിഭാഗീയത ഉണ്ടാവാത്ത രീതിയിൽ അവർക്കിടയിൽ സമാധാനം നിലനിർത്താനും അവർക്ക് സ്വൈരജീവിതം നൽകാനുമായിരിക്കണം ആ ഭരണകർത്താക്കൾ, ആ സമിതികൾ അല്ലെങ്കിൽ ആ കേന്ദ്രങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും നിർവഹിക്കാനുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുത കൂടി ഈ വർത്തമാനകാലത്ത് ഉണ്ടായിരിക്കുകയാണ്. പ്രത്യക്ഷമായി പരോക്ഷമായി ഒക്കെയും ഇവിടെ പിന്തുണക്കപ്പെടുകയും വളർന്നു വരികയും ചെയ്യുന്ന ഫാഷിസം എന്ന് വലിയൊരു അപകടകരമായ നിലയിലേക്ക് വളർന്നു വരികയാണ്. ഒരു ഭാഗം ആളുകളെ തകർക്കാനും തളർത്താനും വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമുക്കറിയാം. ആ ഭാഗങ്ങളിലേക്കൊന്നും നമ്മൾ വിശദമായി പോവേണ്ടതില്ല. പക്ഷേ അത്തരം ഫാസിസ്റ്റ് ശക്തികൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണ നൽകുകയും അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു പരിശോധനയും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നാം പറയുകയാണ്. എന്താണ് ഇസ്ലാം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ മുന്നിൽ കാണുന്ന സ്വഭാവങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ മാഇദയിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, അല്ലാഹുവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരും നീതിയോടെ സാക്ഷ്യം പറയുന്നവരും ആകണം നിങ്ങൾ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരാവണം, നീതിക്ക് വേണ്ടി സാക്ഷിയാകുന്നവരുമാവണം. നീതിയോടൊപ്പമായിരിക്കണം നിങ്ങൾ. ഈ ലോകത്തിന്റെ ഏതേത് ചലനാത്മകമായ പ്രക്രിയയിൽ നാം ഭാഗവാക്കാവേണ്ടതുണ്ടോ അവിടങ്ങളൊക്കത്തിന്റെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. പടച്ചവൻ നമ്മെ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ഭൗതികമായ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിപ്പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഒപ്പം നീതിക്ക് വേണ്ടി നമ്മുടേതായിരിക്കാം, അവരൻ്റെതായിരിക്കാം, ആരുടേതായിരുന്നാലും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം നാം. സത്യവിശ്വാസികളെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് തുടരുകയാണ് വിശുദ്ധ ഖുർആൻ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ. ഒരു ജനതയോടുള്ള നിങ്ങളുടെ ഇഷ്ടക്കുറവ്, ഒരു ജനതയോടുള്ള നിങ്ങളുടെ വൈരാഗ്യം, ഒരു ജനതയോടുള്ള നിങ്ങളുടെ എതിർപ്പ്, ഒരു ജനതയോടുള്ള നിങ്ങളുടെ വിദ്വേഷം, ആ വിദ്വേഷം കാരണം അവരോട് നീതി പാലിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. നമുക്കൊരു വിഭാഗത്തോട്, ഒരു പാർട്ടിയോട്, ഒരു സമുദായത്തോട്, ഒരു കേന്ദ്രത്തോട് വിയോജിപ്പാൻ ഇഷ്ടക്കുറവുണ്ട്, താല്പര്യമില്ല. എന്നാൽ അവർക്ക് നീതി ലഭിക്കേണ്ടുന്ന വിഷയത്തിൽ നാം അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. നമ്മളാണ് അവർക്ക് നീതിപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെങ്കിൽ ആ നീതിയുടെ പക്ഷത്തായിരിക്കണം നമ്മൾ നിലനിൽക്കേണ്ടത്, അഥവാ വിശ്വാസികൾ നിലനിൽക്കേണ്ടത് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരാളോട്, ഒരു പ്രദേശത്തോട്, ഒരു വിഭാഗത്തോട്, ഒരു പാർട്ടിയോട്, ഒരു സമുദായത്തോട് താല്പര്യക്കുറവുണ്ടായാൽ, വിദ്വേഷമുണ്ടായാൽ, വൈരാഗ്യമുണ്ടായാൽ പോലും അവർക്ക് ലഭിക്കേണ്ടുന്ന നീതി ഹനിക്കുന്ന ഒരു പ്രക്രിയയിലും നാം ഭാഗവാക്കാവരുത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നീതി പാലിക്കുവീൻ, അത് തന്നെയാണ് പടച്ചവനിൽ ഭക്തി
കൂടുതൽ ഉണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യം. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ ഭയപ്പെടണേ. അപ്പൊ ഏത് മേഖലയിലായിരുന്നാലും, തെരഞ്ഞെടുപ്പിന്റെ മേഖലയിലായിരുന്നാൽ, രാജ്യവും പ്രദേശവും ആയിട്ടുള്ള രാജ്യത്തിന്റെ പ്രദേശത്തിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പായിരുന്നാലും, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നാലും നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടണം, നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖലമിൽ പറയുകയാണ്, തീർച്ചയായും നീ മഹത്തായ മഹനീയമായ സ്വഭാവത്തിന്റെ ഉടമയാണ് കേട്ടോ. പ്രവാചകരോട് പറയാം, ആ സ്വഭാവമായിരിക്കണം ഓരോ ജനപ്രതിനിധികൾക്കും ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നവർക്കും ഉണ്ടാവേണ്ടത് എന്ന് കൂടി നാം മനസ്സിലാക്കുക. അനുയായികൾ ആരായിരുന്നാലും അവരെ ചേർത്ത് പിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ള ജയിക്കുന്ന നേതാക്കന്മാർക്ക്, സ്ഥാനാർത്ഥികൾക്ക്, ആളുകൾക്ക് കഴിവുണ്ടാവണം ജനങ്ങളെ ചേർത്ത് പിടിക്കുക. എന്റെ പാർട്ടിക്കാരൻ ഒരു നീതി, അവരെന്റെ പാർട്ടിക്കാരന് മറ്റൊരു നീതി, എന്റെ പാർട്ടിക്കൊരു നീതി, മറ്റുള്ളവർക്ക് വേറൊരു നീതി, എനിക്കൊരു നീതി, ഞാൻ എതിർക്കുന്നവർക്ക് വേറൊരു നീതി. അത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. ഇസ്ലാം അബുദത്തിലൊന്നും പ്രവർത്തിക്കരുത് എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിൽ പറയുകയാണ്, നബിയെ, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക്, നീ എങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോയി കളയുമായിരുന്നു. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കുകയും മാപ്പിന് അപേക്ഷിക്കുകയും ചെയ്യുക. വശാബിറുഹും ഫിൽ അംർ, കൂടിയാലോചന നടത്തുകയും ചെയ്യണം. ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു പാർട്ടി ആവട്ടെ, പാർട്ടിയുടെ പ്രസിഡന്റ് ആവട്ടെ, ഒരു മതസംഘടന ആവട്ടെ, അതിന്റെ പ്രസിഡന്റ് ആവട്ടെ, അങ്ങനെ എന്തായിരുന്നാൽ പോലും ശൂറ കൂടുക എന്നുള്ളത് പ്രത്യേകിച്ചും ജനാധിപത്യപരമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ശൂറ കൂടുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ പരുഷ സ്വഭാവിയാവരുത്, നിങ്ങൾ കഠിന ഹൃദയം ഉള്ളവനും ആവരുത്. പ്രവാചകന്റെ കാലത്ത് വലിയ ഒരു പ്രമാണിയായ അല്ലെങ്കിൽ കുലമഹിമയുള്ളതെന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ മോഷണം നടത്തി പേരുകേട്ട അല്ലെങ്കിൽ പ്രശസ്തിയായ കുടുംബത്തിലെ അംഗമാണ്. ആ സ്ത്രീയെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് നാണക്കേടാണ്. പല പ്രമുഖരും ഇടപെട്ടു, അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. അപ്പോ പ്രവാചകന്റെ അടുക്കൽ ഈ വിഷയം എത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹുവാണ് പടച്ചവനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതാ മുഹമ്മദുൻ യദഹാ, എന്റെ പൊന്നുമോളായ ഫാത്തിമയാണ് ഇതുപോലെ മോഷണത്തിൽ ഭാഗവാക്കായതെങ്കിൽ, മോഷ്ടിച്ചതെങ്കിൽ ഈ മുഹമ്മദ് ആ ഫാത്തിമയുടെ കൈവെട്ടുമായിരുന്നു. സ്വന്തം മോള്, പ്രവാചകന്റെ മകൾ, സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതൃത്വം വഹിക്കുന്ന മഹദി, ആ മഹദിയെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, തന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ആ മോഷണത്തിന്റെ പേരിൽ അവൾക്ക് ശിക്ഷ വിധിക്കേണ്ടതും അവളുടെ ആ ശിക്ഷ നടപ്പിലാക്കുന്നതും ഞാനായിരിക്കും. ഈ മുഹമ്മദ് തന്നെ ഫാത്തിമയുടെ കൈവിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. പ്രമാണിമാർ അങ്ങനെയൊന്നില്ല, തറവാടിത്തമുള്ളവർ അങ്ങനെയൊന്നില്ല, കുലമഹിമയുള്ളവർ അങ്ങനെയൊന്നില്ല, കുലസ്ത്രീ അങ്ങനെയൊന്നില്ല. ആരായിരുന്നാലും ഒരേ നിയമമാണ്. തെറ്റിന് ശിക്ഷക്ക് ഒരേ നിയമമാണ്. അവകാശത്തിന് ന്യായത്തിന് ഒരേ നിയമമായിരിക്കണം. അതേപോലെ തന്നെയാണ് മറ്റൊരു വസ്തുത കൂടി നാം മനസ്സിലാക്കണം. ആളുകളെ അങ്ങ് പൊന്തിച്ചു കൊണ്ടുപോവുകയാണ്, വല്ലാതെ പ്രശംസിച്ചു കൊണ്ടുപോവാറുണ്ട് പല നേതാക്കന്മാരെയും. അവരില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അവരില്ലെങ്കിൽ മറ്റൊരാൾ വരും. മനുഷ്യനാണ്, ഒരുപാട് കഴിവുകളുള്ള ഒരാളുണ്ടാവാം,
അതേപോലെ അല്ലെങ്കിൽ മറുതരത്തിൽ കഴിവുള്ള വേറെ ആളുകൾ ഉണ്ടാവാം. ഒരാൾക്ക് ശേഷം മറ്റൊരാൾ തിരിച്ചു വരും. അപ്പൊ പ്രശംസിക്കേണ്ടവരെ പ്രശംസിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങളിൽ വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരെ ആദരിക്കുകയും ചെയ്യണമെന്ന് പ്രവാചകൻ കൽപ്പിച്ചതാണ്. ആ ബഹുമാനവും ആദരവും ഒക്കെ നമ്മൾ കൊടുക്കണം. നേതാക്കന്മാർക്ക് കൊടുക്കണം, സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ അത് പരിധി വിട്ടു പോകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഒരാൾ ഒരു മനുഷ്യനെ കുറിച്ച് വല്ലാതെ പ്രശംസിച്ചു പറഞ്ഞു. പ്രവാചകൻ കഴിഞ്ഞാൽ പ്രവാചകൻ അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. പ്രവാചകന് നുബൂവത്ത് ലഭിക്കുന്നുണ്ട്, വഹി ഇറങ്ങുന്നുണ്ട്. പ്രവാചകൻ അന്ത്യനാൾ വരെ മാതൃകയാക്കേണ്ടുന്ന വ്യക്തിത്വമാണ്. അതിന് തുല്യനായി മറ്റൊരാളില്ല. എന്നിട്ടും ഒരു മനുഷ്യൻ ആ നാട്ടിലെ ഒരു നല്ലവനെ കുറിച്ച് പറയുകയാണ് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട്, ഇതാ പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരാളാണിത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ അങ്ങനെ ചിലരെ കുറിച്ചൊക്കെ. അവിടെ പ്രവാചകൻ പറയുകയാണ്, നീ അയാളുടെ പെരടി വെട്ടിക്കളഞ്ഞല്ലോ എന്ന് വെച്ചാൽ അയാളെ ഇല്ലാതാക്കിയതാ പറഞ്ഞത്. ഇല്ലാക്കത പറഞ്ഞാൽ അയാൾ ഇല്ലാതായി എന്നർത്ഥം. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, അമിതമായി പ്രശംസിക്കുന്ന ആളുടെ വായിൽ മണ്ണിട്ട് കളയണം, വായിലേക്ക് മണ്ണെറിയണം. അപ്പൊ അമിതമായ രീതിയിൽ ആരെയും പ്രശംസിക്കേണ്ടതില്ല. ദൗർബല്യമുള്ളവരുണ്ട്, പോരായ്മകളുള്ളവരുണ്ട്, മനുഷ്യനാണ്. എന്നിരുന്നാലും കൂട്ടത്തിൽ നല്ല ആളുകൾ, കൂട്ടത്തിൽ സത്യസന്ധരായ ആളുകൾ, കൂട്ടത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളുകൾ, കൂട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ആ ആളുകളായിരിക്കണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതും തെരഞ്ഞെടുക്കപ്പെടേണ്ടതും എന്നുകൂടി നാം മനസ്സിലാക്കുക. പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഫിത്നകൾ വരുന്ന സമയങ്ങളുണ്ടാവും. അപ്പോൾ ഇരിക്കുന്നവൻ നിൽക്കുന്നവനേക്കാൾ നല്ലവനാണ്, നിൽക്കുന്നവൻ നടന്നു പോകുന്നവനേക്കാൾ നല്ലവനാണ്, നടക്കുന്നവൻ ഓടിപ്പോകുന്നവനേക്കാൾ നല്ലതാണ്. ആരെങ്കിലും ഫിത്നയിലേക്ക് മുന്നോട്ട് പോയാൽ, ഫിത്നയുമായി മുന്നോട്ട് പോയാൽ, നുണപ്രചരണവുമായി മുന്നോട്ട് പോയാൽ, കള്ളക്കഥകളുമായി മുന്നോട്ട് പോയാൽ, അപവാദ പ്രചരണവുമായി മുന്നോട്ട് പോയാൽ അയാൾ അതിൽ പിടിക്കപ്പെടും, അതിൽ കുടുക്കപ്പെടും. ആരെങ്കിലും നല്ല ഒരു അഭയം കണ്ടെത്തിയാൽ അവിടെ അഭയം പ്രാപിക്കട്ടെ എന്നും പ്രവാചകൻ പറഞ്ഞു. തൊട്ട് മുമ്പിലുള്ള ആൾ ഇരിക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നവൻ, അല്ലെങ്കിൽ നിൽക്കുന്നവനേക്കാൾ തൊട്ട് മുമ്പിലാണ് നടക്കുന്നവൻ. ആരായിരുന്നാലും തൊട്ടടുത്തടുത്തടുത്ത് ഫിത്നകളുണ്ട് എന്ന പാഠമാണ്, പോരായ്മകളുണ്ട് എന്ന പാഠമാണ്, സൂക്ഷ്മതക്കുറവുണ്ട് എന്ന പാഠമാണ് ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ശൈഖൂന വാദി ഉമറാ മൻ ദഖല അലൈഹിം ഫസദ്ദഖഹും ബികദിബിഹിം വഅനാഹും അലാ ദുൽമിഹിം. എന്റെ ശേഷം ഭരണാധികാരികൾ ഉണ്ടാവും. ആരെങ്കിലും അവരുടെ തെറ്റുകൾക്ക് സാക്ഷ്യം നൽകുകയോ അവരുടെ അനീതി സഹായിക്കുകയോ ചെയ്താൽ, നമുക്ക് ശേഷമുള്ള അല്ലെങ്കിൽ പ്രവാചകന് ശേഷമുള്ള അധികാരികൾ, ഭരണകർത്താക്കൾ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പാർട്ടിക്കാർ, അവർ അനീതി ചെയ്യുകയാണ്, നാം മൗനം പാലിക്കുകയാണ് എങ്കിൽ പ്രവാചകൻ പറയുകയാണ്, അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. തന്റെ പാർട്ടിക്കാരനായിരുന്നാലും തന്റെ നേതാവായിരുന്നാലും അനീതി കാണിക്കുന്നവൻ, ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നവൻ ആരാവട്ടെ, അവനെതിരെ നിലനിൽക്കാൻ അവനോട് ആ പോരായ്മ ധൈര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവുണ്ടാവണം. അല്ലാത്തവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളിൽ ചില നേതാക്കൾ നിയോഗിക്കപ്പെടും. നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതും അംഗീകരിക്കാത്തതുമായ കാര്യങ്ങൾ അവർ കൽപ്പിക്കും. ഉമ്മു സലമ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ പറയുകയാണ്, എന്നിട്ട് തിന്മയിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവനാരോ അവർ നമ്മൾക്ക് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഉപദ്രവമുള്ള ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ നിൽക്കാൻ ആര് തയ്യാറാകുന്നുവോ അവൻ തെറ്റിൽ നിന്ന് ഒഴിവായവനാണ്, അവൻ സുരക്ഷിതത്വം നേടിയവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അവൻ ചെയ്യുന്ന, നേതാവ് ചെയ്യുന്ന, നമ്മുടെ പാർട്ടിക്കാരൻ എന്നൊരൊറ്റ കാരണത്താൽ അയാൾ ചെയ്യുന്നതെന്തും അംഗീകരിച്ച് അതിനു വേണ്ടി ജയ് വിളിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിന്തുടരുന്നവൻ പാപിയുമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. മതേതര പാർട്ടികൾ എന്ന രീതിയിൽ നമുക്ക് ഇടയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ നാം തിരിച്ചറിയേണ്ടുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അവർ വാഗ്ദത്തം ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു പടി മുന്നിലുള്ള ആളാരാണോ അവരെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് നീതിക്ക് വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. അവർ നീതിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ അത് തടയാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാവണം. അത് തടയാൻ നാം ശ്രമിക്കുകയും വേണം. അങ്ങനെ വേണം ഇത്തരം സന്ദർഭത്തിൽ നാം തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കാവേണ്ടത്. മറ്റൊന്നുകൂടി നാം മനസ്സിലാക്കുക, ഈ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കിവിടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുകയും നമ്മെ പരിഹസിക്കുകയും നമ്മെ അവഗണിക്കുകയും നമ്മെ അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് രാജിയാവുന്ന ഒരു സമീപനവും നമുക്കുണ്ടായിക്കൂടാ. ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് നാം എടുത്തേ പറ്റൂ. നാളെയും നമുക്കും നമ്മുടെ മക്കൾക്കും ഇവിടെ സമാധാനപൂർവ്വം ജീവിക്കാൻ ആ ഒരു നിലപാട് നമ്മൾ എടുത്തേ പറ്റൂ. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, പടച്ചവനോടുള്ള കൂറിന്റെ ഭാഗമാണ്. പടച്ചവൻ നാളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ അനീതിക്കെതിരെ വിശ്വാസി സമൂഹത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ ഞാൻ നിലകൊണ്ടിരുന്നു റബ്ബേ എന്ന് നമുക്ക് പറയാൻ കഴിയണം. അവിധത്തിൽ സത്യത്തോടൊപ്പം നീതിയോടൊപ്പം നിലനിൽക്കാൻ ശ്രമമാണ് നാം നടത്തേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.